ദൂരെ ഒരു മലേന്റെ സൈഡിലായിട്ട് ഒരു പച്ച കളർ പുഴ ഉണ്ട്. അവിടെ പോയി ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വരും എൻ്റെ കൂടെ? ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒറ്റക്കാണുള്ളൂ. ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലം, അവിടെ പോയിട്ട് എന്താവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് പോയൊക്കെ എന്തായാലും. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഫസ്റ്റത്തെ പരിപാടി ടയറിൻ്റെ എയർ പ്രഷർ ഓർക്കണം. എൻ്റെ കയ്യിൽ ഈ സാധനം ബാഗിൽ എവിടെയാണുള്ളത്, പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ലേനു ഇതുള്ളത്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഒറ്റ സാധനം കൊണ്ട് മാത്രം എയർ ഡിഫ്ലേറ്റ് ചെയ്തേ. ഇതും കൂടെ ഉള്ളപ്പോൾ നല്ല സുഖം. രണ്ടും കൂടെ ഡിഫ്ലേറ്റ് ചെയ്യുമ്പോൾ പരിപാടി കഴിയും. ഒരു 5 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും. ട്രാക്ഷൻ ബോർഡ് എൻ്റെ അടുത്ത് കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ യൂസ് ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴാണ് വരിക എന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത് 4 നെട്ട് ഇതാക്കിയിട്ട് എന്ത് ചെയ്ത് ഇവിടത്തേക്ക് അങ്ങ് ലോക്കാക്കി. കുറേ ആയിട്ട് റൂമിലുണ്ടേനു. അപ്പം ഒറ്റക്ക് പോകുന്നതിൽ വെച്ചിട്ട് റൂമിൽ ലോക്കാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വിഞ്ചും ബമ്പറും ആക്കാനുണ്ട്. അവിടെ നോക്കിയാലറിയാം നല്ല പൊടിയുണ്ട്. കുറേ ദിവസമായിട്ട് മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് പൊടി മൊത്തം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. വലിയ ഓഫ് റോഡൊന്നും അല്ല ഇതുവരെ ഉള്ളത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് കാറുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ എന്നെ പാസ് ചെയ്തിട്ട് 2 കാറ് പോയി. സാധാ നോർമൽ സിഡാനും ഹാച്ച് ബാക്കൊക്കെ പോയി. ഇപ്പോൾ ഞാൻ ഇതുവരെ വരാത്തൊരു റൂട്ടായതുകൊണ്ട് തന്നെ ഇവിടെ ചിലപ്പോൾ ഹിഡനായിട്ട് എന്തെങ്കിലും ഉണ്ടാവുക, നമ്മൾ ഈ പോകുന്ന വഴി തന്നെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ പോയിട്ട് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാം. സൈഡിലൊക്കെ നല്ല വലിയ പാറകളൊക്കെ കാണുന്നുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നപ്പം ഇവിടെ ഒരു ക്യാമ്പിംഗ് സ്പോട്ട് കണ്ട്. റിക്രിയേഷൻ സൈറ്റാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇവിടെ ക്യാമ്പ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ലൈക്ക് ചെക്കൗട്ട് ചെയ്യാൻ പോവാം. ഇവിടെ എങ്ങനെയുണ്ട് ഇത്, പിന്നെ ഭാവിയിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ വരാലോ. അവിടെ സ്പോട്ടുകളൊന്നും ബാക്കിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ട്രെയിനിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് ഞാൻ വെറുതെ വണ്ടി കയറ്റിട്ടോ. വണ്ടി കയറ്റി ഞാനിതാ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് എൻ്റെ ഇപ്പുറത്തേക്കുള്ള വ്യൂ നോക്കി നോക്കും. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങ് അവിടെ കണ്ടോ, അവിടെ സ്മോക്ക് കാണുന്നുണ്ട്. ഇപ്പം ക്യാമ്പ് ഫയർ ഒക്കെ ബാനാണ്. അപ്പം മോസ്റ്റ് പ്രോബബിളി അത് ഫയർ ആവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പം ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ ഫയർ അണക്കാൻ നോക്കുന്നത് കാണാം. ഒരുപാട് പ്രാവശ്യം ഈ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, ഈ സെൻറ്ററിലുള്ള ഈ ഐലൻഡ് ഉണ്ടല്ലോ, ഇതല്ല അതിൻ്റെ അപ്പുറത്ത് ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഞാനൊരു ഹോട്ട് സ്പ്രിങ്ങിലേക്കൊക്കെ പോയത് അതിലെ അങ്ങനെ അപ്പുറത്ത് കൂടെയാണ്. അതായത് ഈ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ, ഈസ്റ്റ് സൈഡിൽ കൂടെ. നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റിലാണുള്ളത്. അപ്പം അങ്ങനെ വന്നപ്പം എനിക്കെന്ത് കിട്ടി? ഐ ഹാവ് ദിസ് വ്യൂ. ഫോണ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. കുറേ മെസ്സേജസ് എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന പണ്ട് തന്നെ. വണ്ടികളൊന്നും ഇല്ലല്ലോ അവിടുന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പം എല്ലാം മനസ്സിലായി കാറുകളൊക്കെ എങ്ങോട്ടൊക്കെ വരുന്നത് എന്നുള്ളത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പിന്നെ റിക്രിയേഷൻ സൈറ്റുകളുണ്ട്. എന്നാലും ഫുള്ളാണ് ഇവിടെയൊക്കെ. ഇപ്പോൾ ഒരു ജീപ്പ് വരുന്നുണ്ട്. ആ ജീപ്പ് ഓപ്പൺ ആയിട്ടാണുള്ളത്. ഇപ്പം നമ്മളെ വണ്ടി അതേപോലെ ഓപ്പൺ ആക്കാൻ പറ്റും. കാണുന്നുണ്ടോ? മൂപ്പര വണ്ടി വേക്കിലൊക്കെ ഓപ്പണാണ്. പൊടിയൊക്കെ വണ്ടികളിലൊക്കെ നാട്ടിൽ പോലീസ് സ്റ്റേഷനിലുണ്ടാവില്ലേ, അതേപോലെ ഉണ്ട് വണ്ടികൾ ഇങ്ങനെ കൂട്ടിയിട്ടിന്. ഓ, ക്യാമ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ അതാ കയാക്കിങ്ങിന് പോവാ. ഓ മാൻ, ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്പോട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വിൽ ക്യാമ്പ് ഹിയർ. രക്ഷയില്ല. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഇറങ്ങി നോക്കാം. ഹായ്, നോക്ക് എമ്മാതിരി ക്ലിയറുള്ള വെള്ളമാണ്. മനസ്സില്ലേ? നല്ല ബീച്ച് വൈബ് സ്പോട്ട്. പക്ഷേ ഇവിടെ സ്പോട്ടുകൾ കിട്ടണമെങ്കിൽ എല്ലാ സ്പോട്ടും എല്ലാവരും എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ഗൈസ്. ഇവിടെ ആളുകളുണ്ട്.
There are so many people here. I don't want to disturb anyone. സ്പോട്ട് ഇല്ലാത്ത ഘട്ടത്തിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ബാക്ക്. റിവേഴ്സ് ക്യാമറയിലല്ലേ എമ്മാതിരി ലുക്കാ നോക്ക്. എന്ത് രസമാണ് വേൻ ഇവിടെ. ഇവിടെ ഇമ്മാതിരി വെതറിൽ വന്നിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. I will come back here again. ടെൻറ്റിൻ്റെ ലാഡർ ഏകദേശം അത് അങ്ങോട്ടേക്ക് ഇടുക. ടെൻറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നേരെ ലേക്കിലേക്കുള്ള വ്യൂ. കൈമിലേക്ക് വന്ന് അടിക്കരുത്, ഒരു എവിടെയൊക്കെ ആണെങ്കിലും വന്ന് അടിച്ചോ. ഓക്കെ, ടെൻറ്റ് സെറ്റായി. ക്ലിപ്പ് തുറക്കുന്നതിൻ്റെ ഇടയിൽ ആക്സിഡൻറ്റ്. ചോര കണ്ടിട്ടാണ് തുടക്കം. Voila. This guy, come on, open. കോലം നോക്ക്. ചെക്കന്മാർ യൂസ് ചെയ്യുമ്പോൾ സാധനങ്ങളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സ്റ്റവ് ഓപ്പൺ ചെയ്ത് ആരാ നല്ല വെടി വെക്കുന്നുണ്ടല്ലോ. ഇതാരും ഇങ്ങനെ വെടി വെക്കുന്നത്? ഇപ്പോൾ സൗണ്ട് വെക്കുന്നുണ്ടോ? ഐ എം നോട്ട് ഷുവർ ഇഫ് യു ഗൈസ് ക്യാൻ ഹിയർ. ഓക്കെ, അടുപ്പ് കത്തുന്നുണ്ട് എന്തായാലും. ഒരു കണക്ക് വെച്ചിട്ട് എങ്ങടാ. അപ്പം അതും ചൂടാക്കാൻ വെച്ച്. ഇനി അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ടാൽ മതി. അത് വലിയ പണിയുള്ള സംഭവമൊന്നുമല്ല. സമയത്തിലായി 4:37, 4:37 ഈവനിങ്. ഓക്കെ, കുക്ക് ചെയ്യുന്നു വിത്ത് എ ബ്യൂട്ടിഫുൾ വ്യൂ. യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അത് പുറത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് ക്ലീനായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഭാവിയിൽ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ആൾക്കാരെല്ലാം വരുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. ടൈം ആൻഡ് ടേബിൾ എസെൻഷ്യൽ കളക്ഷൻ 2 piece bar. ഈസി ബോയ്. ഇതൊക്കെ ഗുഡ്. ഗോസ് ടു ഗാർബേജ്. ഇതെനിക്കാരും സ്പോൺസർ ചെയ്തൊന്നുമല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ വാൾമാർട്ടിൽ നിന്ന് വാങ്ങി വന്നതാണ്. നൈസ്. ടൊമാറ്റോ ആൻഡ് ബേസിൽ. ഓക്കെ, ഓലാ, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. എന്തായാലും എല്ലാം ഇതിൻ്റെ ഐശ്വര്യ. ഇത് കുറേ ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ട. ഓട്സ് മാത്രം കഴിച്ചിട്ട് വന്ന മനുഷ്യനാണ്. സോ ഐ എം റിയലി ഹംഗ്രി. ചീസില്ല. ചീസും ഞാനിപ്പോൾ സ്കിപ്പാണ്. എൻ്റെ കയ്യിൽ ഗോട്ട് ചീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഗോട്ട് ചീസ് ഞാൻ എടുത്തില്ല. ഇനി ടെസ്റ്റിംഗ് ടൈം. ഓക്കെ, സംഭവമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ചൂടും വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ.
ടെൻറ്റ് സെറ്റാക്കി വെച്ചിന് പോയി കിടന്നാൽ മാത്രം മതി. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അടിപൊളിയായിട്ട് ഉറങ്ങി. ഇനി പുറത്തെ അവസ്ഥ എന്താന്ന് കാണിച്ചു തരാം. വയ്ക്കാം. നമുക്ക് ആദ്യം ചായ ഉണ്ടാക്കാം. മൾട്ടിഗ്രെയിൻ 9 സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. മൂന്ന് മുട്ട മതി, ധാരാളം. Okay. You want to take this? I have extra. Oh, it's okay. Yeah. Are you sure? I'll just take like a few. Yeah. Thank you. Okay, thank you so much. That's Yeah, you're awesome. welcome. I'm so happy for you. Thank you. Man, that's a good one. I think that's the biggest one I ever caught. Really? Yeah. I wasn't even planning to fish, and I saw you guys casting, and I'm like, maybe I should give it a try. Oh, good. I'm glad you tried. Yeah. Look at that. That's Thank you. ഒരു അപ്പുറത്ത് മീൻ പിടിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ. അപ്പം അത് കണ്ടിട്ട് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഒരിക്കലൊന്നും കിട്ടിക്കില്ല. ഒരു ബൈറ്റ് മാത്രം മെനിഞ്ഞാന്ന് രാത്രി ആയിരിക്കും ഒരിക്കൽ ഉണ്ടായിന്നാണ് പറഞ്ഞത്. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഇത് തോന്നിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വന്നിട്ട് വെറുതെ ഇട്ടോക്കി. ആൻഡ് ബിഗ്ഗസ്റ്റ് വൺ ഐ എവർ കോട്ട്. ട്രിക്കൊന്നുമില്ല, സാധാ സാധനമാണ്. പവർ ബൈറ്റ് എടുത്തിട്ട് ഇടലെന്നെ. പിന്നെ ഫസ്റ്റത്തെ കാസ്റ്റ് തന്നെ മീൻ കിട്ടുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഇനി കിട്ടുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നു, നമ്മൾ പോകുന്നു. ഓക്കെ, ബൈ. ഓരോ ട്രിപ്പിനും അതിൻ്റേതായ ഒരു സോളുണ്ട്. നമ്മളിപ്പോൾ കണ്ടതൊരു സ്റ്റോറിയാണ്. ഇനിയും യാത്രകൾ പോവാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു ചാപ്റ്റർ. ആൻഡ് ഈ സ്റ്റോറിക്ക് മധുരം കൂട്ടാൻ നമ്മളെ മുമ്പിലേക്ക് ഒരാൾ കൂടെ പ്രത്യക്ഷപ്പെട്ടു.